ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി, അപാര ഏകാദശി. അപ്പോൾ ഏകാദശി തിഥിയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ. 2 ദിവസമായിട്ടാണ് ഇത്തവണ ഏകാദശി വരുന്നത്. അതായത് 2-ാം തീയതി ഭാരതത്തിൽ പൂർണ്ണമായിട്ടും ഏകാദശി തിഥിയുണ്ട്. 3-ാം തീയതി എന്ന് പറയുമ്പോൾ രാവിലെ വെളുപ്പിന് ഏകാദശി തിഥി തീർന്നിട്ട് പിന്നീട് വരുന്നത് മഹാദ്വാദശി. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏകാദശി വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഏകാദശി എടുക്കുന്ന ആളുകൾ ഏകാദശിയോട് കൂടി ഏകാദശി തിഥിയോട് അത്രയും തന്നെ പ്രാധാന്യം, ഒരുപക്ഷെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മഹാദ്വാദശിക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് എടുക്കുന്ന ഏകാദശി എന്ന് പറയുന്നത് ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ്. രണ്ടും കൂടെ ചേർന്ന് വരുന്ന ദിവസത്തെ വളരെ പുണ്യമായ ദിവസമായി കണക്കാക്കിക്കൊണ്ട് ആ ദിവസമാണ് ഏകാദശിയായിട്ട് എടുക്കുന്നത്. അതായത് ഭാരതത്തിൽ അങ്ങനെ നോക്കുമ്പോൾ വൈഷ്ണവ ഏകാദശി 3-ാം തീയതിയാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ 2-ാം തീയതിയും വളരെ വിശേഷമാണ് ഏകാദശിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യം ഏത് ദിവസമാണോ നമുക്ക് ഏകാദശിയായിട്ട് എടുക്കാൻ പറ്റുന്നത് ആ ദിവസം നമ്മൾ പൂർണ്ണമായ ഏകാദശിയായിട്ട് എടുക്കുക. ഭാരതത്തിലുള്ളവർ, പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും മറ്റു ചില രാജ്യത്തുള്ള ആളുകളുടെയും കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് ഏകാദശി എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. 1-ാം തീയതി ഒരിക്കലുണ്ട്, 2-ാം തീയതി ഏകാദശിയായിട്ടിരുന്ന് 3-ാം തീയതി പാരണ വീടണം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പാരണ വീടുമ്പോൾ ഞാനിപ്പോൾ ആദ്യം പറയുന്നത് കേരളത്തിലെയും പറയുന്നുണ്ട്. കേരളത്തിൽ ആരെങ്കിലും തന്നെ 2-ാം തീയതി ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 3-ാം തീയതി പാരണ വീടേണ്ടുന്ന സമയവും കൂടി ഞാൻ പറയുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലെയും 3-ാം തീയതിയിലെ പാരണ വീടുന്ന സമയം ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കേരളത്തിലുള്ളവർക്കും മറ്റ് ചില വിദേശ രാജ്യങ്ങളിലുള്ളവരുടെയും 4-ാം തീയതിയിലെ പാരണ സമയവും കൂടെ ഞാൻ പറയാം. അപ്പം നിങ്ങൾ 2 വീഡിയോയും കേട്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സമയം എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഭാരതത്തിലുള്ളവർ ഈ 2-ാം തീയതിയും 3-ാം തീയതിയും ഒക്കെ തന്നെ വളരെ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ദിവസം ഏകാദശി ആയിട്ടെടുത്താലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പരമാവധി നാരായണ നാമത്തിൽ ഇരിക്കുക. നാരായണ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, ശ്രീഹരി വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുക. കാരണം വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഞാൻ ഏകാദശിയായിട്ടെടുക്കുന്നത് 3-ാം തീയതിയാണ്. കാരണം ഞാനെപ്പോഴും വൈഷ്ണവ ഏകാദശിയാണ് ഫോളോ ചെയ്യുന്നത്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസം. പക്ഷേ 2-ാം തീയതിയും പൂർണ്ണമായ സസ്യാഹാരത്തിലിരുന്നു കൊണ്ട് ഞാൻ അന്നും എൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ അരിഭക്ഷണവും കൂടി ഉപേക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം അന്ന് ഏകാദശി ഉണ്ടല്ലോ. അതുകൊണ്ട് ദശമി തിഥിയിൽ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് മറ്റ് 2 ദിവസങ്ങളും ഞാൻ പൂർണ്ണമായും ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ പാരണ വീടുമ്പോൾ ഞാൻ 4-ാം തീയതിയാണ് പാരണ വീടുന്നത്. ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് എടുക്കുക. അപ്പം ഞാൻ പാരണ സമയം പറയാം. ഭാരതത്തിലുള്ളവരുടെയും മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെയും പറയാം. അതായത് 2-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ മാത്രം ഈ സമയം ഫോളോ ചെയ്യുക. പക്ഷേ ഗൾഫ് രാജ്യത്തുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ സമയം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം അവർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് 2-ാം തീയതിയാണ് ഏകാദശി. അപ്പോൾ സമയം നോക്കിക്കോളൂ. കേരളത്തിലുള്ളവർ 3-ാം തീയതി പാരണ വീടുകയാണെങ്കിൽ 8:05 മുതൽ, രാവിലെ 8:05 മുതൽ 8:24 വരെയുള്ള സമയമാണ്. കുറച്ച് സമയമേ ഉള്ളൂ. രാവിലെ 8:05 മുതൽ 8:24 അല്ല, 8:34 വരെയുള്ള സമയം. കേരളത്തിലുള്ളവർ 8:05 മുതൽ 8:34 വരെയുള്ള സമയം. ഒന്നും കൂടെ ഞാൻ പറയുന്നു, 2-ാം തീയതി ഏകാദശി എടുത്ത് 3-ാം തീയതി പാരണ വിടുന്ന സമയമാണ് പറയുന്നത്. തമിഴ്നാട്ടിലുള്ളവർ 8:05 മുതൽ 8:16 വരെ. ബാംഗ്ലൂരിലുള്ളവർ 2-ാം തീയതിയാണ് ഏകാദശി എടുത്തിട്ട് 3-ാം തീയതി പാരണ വീടുകയാണെങ്കിൽ 8:05 മുതൽ 8:27 വരെ. ഡൽഹി 8:05 മുതൽ 8:10 വരെ. മഹാരാഷ്ട്ര മുംബൈയിൽ 8:05 മുതൽ 8:38 വരെ. തെലുങ്കാന 8:05 മുതൽ 8:18 വരെ. മധ്യപ്രദേശ് 8:05 മുതൽ 8:16 വരെ. ഗുജറാത്ത് 8:05 മുതൽ 8:45 വരെ. ഇനി ദോഹ, ഇവർ തീർച്ചയായിട്ടും ഈ സമയം തന്നെയാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാവരും തന്നെ ഈ സമയമാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് 3-ാം തീയതി പാരണ, 2-ാം തീയതി ഏകാദശി, 1-ാം തീയതി ഒരു നേരം ഒരിക്കൽ. ദോഹ ഖത്തർ 5:35 മുതൽ 7:27 വരെ. 3-ാം തീയതി രാവിലെ 5:35 മുതൽ 7:27 വരെയുള്ള സമയത്താണ് ദോഹ ഖത്തറിലുള്ളവർ പാരണ വീടേണ്ടത്. കുവൈറ്റിലുള്ളവർ 5:35 മുതൽ 7:36 വരെ. ദുബായ് 6:35 മുതൽ 8:13 വരെ. അബുദാബി 6:35 മുതൽ 8:16 വരെ. സൗദി അറേബ്യ 5:35 മുതൽ 7:47 വരെ. ബഹ്റിൻ
5:35 മുതൽ 7:29 വരെ ഒമാൻ, 6:35 മുതൽ 8:01 വരെ ഷാർജ, 6:35 മുതൽ 8:11 വരെ UK, 4:47 മുതൽ 8:04 വരെ USA, 5:44 മുതൽ 8:41 വരെ സിംഗപ്പൂര്, 2:16 മുതൽ 4:42 വരെ. അതായത് ശ്രദ്ധിക്കുക, സിംഗപ്പൂരിലുള്ളവർ ഉച്ചയ്ക്കാണ് 2:16 മുതൽ 4:42 വരെ. അവർ പിറ്റേ ദിവസം, അതായത് ഒന്നും കൂടെ അവർക്ക് നല്ലത് നമ്മൾ ഭാരതത്തിലുള്ളവരെടുക്കുന്നത് പോലെ 3-ാം തീയതി ഏകാദശി എടുത്തിട്ട് 4-ാം തീയതി പാർണ വീടുന്നതാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അതായത് സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് ഉച്ചയ്ക്കാണ് പാർണ വീടേണ്ടുന്ന സമയം പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഉച്ചയ്ക്ക് 1 മുതൽ 3 മണി വരെയാണ് വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലുമുള്ളവർ പിറ്റേ ദിവസം അവർക്ക് രാവിലെ സമയം പറയുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലുള്ളവർ ഉള്ളതുപോലെ തന്നെ ഇവർക്ക് പക്ഷേ 2 ദിവസം എടുക്കാം, നമുക്ക് കേരളത്തിലുള്ളതുപോലെ തന്നെ. പക്ഷെ അവർക്ക് ഉച്ചയ്ക്കായതുകൊണ്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ സൗകര്യമായിട്ട് അവർക്ക് രാവിലെ തന്നെ പാർണ വീടാൻ പറ്റും. അതല്ല 2-ാം തീയതിയാണ് ഏകാദശി എടുക്കുന്നതെങ്കിൽ അവരുടെ പാർണ വീടേണ്ടുന്ന സമയം സിംഗപ്പൂരിൽ 2:16 മുതൽ 4:42 വരെ, അതായത് ഉച്ചയ്ക്ക്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ 1 മുതൽ 3 മണി വരെയാണ്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. കാരണം അവർക്ക് അനുയോജ്യമായ രാവിലത്തെ സമയം കിട്ടുന്നുണ്ട് അടുത്ത ദിവസം എടുക്കുകയാണെങ്കിൽ. സാംബിയ 6:27 മുതൽ 8:42 വരെ രാവിലെ, 3-ാം തീയതി രാവിലെ പാർണ വീടുമ്പോൾ സാംബിയയിലുള്ളവർ 6:27 മുതൽ 8:42 വരെ. മാലിദ്വീപ്സ് 7:35 മുതൽ 8:22 വരെ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ, കാനഡയിലുള്ള ആളുകൾ രാവിലെ 5:10 മുതൽ 8:22 വരെയാണ്. അതായത് 3-ാം തീയതിയിൽ പാർണ വീടേണ്ടുന്ന സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2-ാം തീയതി ഏകാദശി എടുത്ത് 3-ാം തീയതി പാർണ വീടുന്നത്. പക്ഷേ ഭാരതത്തിലുള്ളവർ പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. കാരണം വൈഷ്ണവ ഏകാദശി പിറ്റേ ദിവസമാണ്. പിന്നെ നമ്മളുടെ പല സാഹചര്യങ്ങൾ കാണുമല്ലോ, ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഈ തലേ ദിവസം എടുക്കുന്നത് വളരെ വിശേഷം തന്നെയാണ്, ദോഷമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. കാരണം ഏകാദശി തിഥി പൂർണ്ണമായിട്ടുമുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യത്ത് നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവർ 1-ാം തീയതി ഒരു നേരം ഒരിക്കലാവുക, 2-ാം തീയതി ഏകാദശി എടുക്കുക, 3-ാം തീയതി പാർണ വീടുക. ഈ സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ.